യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജി. ജനീഷ് ആലത്തൂരിൽ പര്യടനം നടത്തി. ആലത്തൂർ പഞ്ചായത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ജനീഷ് എത്തിയത്. ജില്ലാ പഞ്ചായത്ത് ആലത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ജുമാന അസീം, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ തൻസീല മാലതി, യു.ഡി.എഫ് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ അബ്ദുൾ ഷാഹിദ്, സഹാബുദ്ദീൻ, ലീല ശശി, ഗീത, ബുഷറ നൌഷാദ്, ഇന്ദിര, ദാശാണി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് 12ാമത്തെ ജില്ലയിലാണ് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്ന വാർഡുകളിൽ നേരിട്ട് നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായും ഭവന സന്ദർശനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കടന്നുപോയി. ഞാൻ കടന്നുപോയി ഒരിടത്ത് പോലും ആരും തന്നെ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥികളായ ആളുകളാരും ഭവന സന്ദർശനം നടത്തുന്നു നിങ്ങളാരും പറഞ്ഞില്ല. ഒരാൾ പോലും ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായി ചർച്ച ചെയ്യുന്നത് ഒരു സംഗതി ഉണ്ടായി. അവർ രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാവുന്ന നടപടി എടുത്തു. ആ വിഷയം അവിടെ അവസാനിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിലേക്ക് അവർ പലപ്പോഴും വിളിച്ചെടുക്കുന്ന ആളുകൾക്ക് പൊതുജനങ്ങളായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഉപരിപ്ലവമായിട്ട് ആ ഒരു കാര്യം മാത്രമായി ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ അതൊരു ചർച്ചയില്ല. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാർ വിരുദ്ധമായ ഒരു വികാരം വളരെ സജീവമായ ചർച്ചയിലുണ്ട്. ഈ നാട്ടിനകത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത്, ഈ നാട്ടിനകത്ത് വിലക്കയറ്റം ഉണ്ടാക്കിയത്, വെള്ളക്കരം കൂട്ടിയത്, കെട്ടിട നികുതി കൂട്ടിയത്, ഭൂനികുതി കൂട്ടിയത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സജീവമായ ചർച്ചയുണ്ട്. വൈദ്യുത ചാർജ് 7 തവണയാണ് കൂട്ടിയത്. അപ്പോൾ ഈ വിലക്കയറ്റവും ഈ കാണാവുന്ന രീതിയിലുള്ള വർധനവുകളെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തിനകത്തുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ വിദ്യാർത്ഥി വിരുദ്ധമായ യുവജന വിരുദ്ധമായ നിലപാടുകളും നയങ്ങളുമൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ജീവിക്കണോ മരിക്കണോ എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം പട്ടിണിയും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് അടിച്ചേൽപ്പിച്ചൊരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിനെതിരായ വികാരമാണ് നാട്ടിലെമ്പാടും കാണുന്നത്. അതാണ് ജനങ്ങൾക്കിടയിൽ ചർച്ച. അത് വോട്ടായിട്ട് മാറും. ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ. UTV ന്യൂസ്, പാലക്കാട്.